അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് അവളെ സ്കൂൾ ബസ്സിൽ അയച്ചിട്ടില്ല. ബർത്ത്ഡേ ആയതുകൊണ്ട് പിന്നെ യൂണിഫോമൊന്നും ഇടാത്ത കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് അവൾ പോകുന്നത്. അതുകൊണ്ട് സ്കൂൾ ബസ്സിൽ അയച്ചിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് അവളെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാൻ. അതുകൊണ്ട് ഉമ്മ കൊണ്ടുവിടണമെന്ന് വെച്ചാൽ അങ്ങനെ അവളെയും കൂട്ടി ഞങ്ങൾ സ്കൂൾ വന്നിട്ടുള്ളത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ്. അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ പാലാണ് എടുത്തത്. 2 ലിറ്റർ പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത്, നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ട അതിനനുസരിച്ച് പഞ്ചസാരയോ മിൽക്ക് മേഡോ എന്താണ് ചേർക്കുക. ഇപ്പോൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. 400 ഗ്രാം സേമിയാണ് ഞാൻ 2 ലിറ്റർ പാലിലേക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം വറുക്കാത്ത സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുക്കാത്ത ചെമ്മ ഇട്ട ഒന്ന് ഇളക്കിയിട്ട് അപ്പാട് വറുത്ത ചെമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്തത് ഇട്ട് കൊടുക്കുന്നത് പായസത്തിൽ കടിക്കാൻ കിട്ടാനാണ്. വറുക്കാത്തത് ഇട്ട് കൊടുക്കുന്നത് ഈ പായസമായി കഴിയുമ്പോഴേക്കും വറുക്കാത്ത ചെമ്മ വറുത്തതിനെക്കാട്ടി കൂടുതൽ വെന്തിട്ട് പായസത്തിന് നല്ല കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പകുതി വറുത്തതും പകുതി വറുക്കാത്തതും ഇട്ട് കൊടുക്കുന്നത്. ഞാനിങ്ങനെയാണ് പായസം ഉണ്ടാക്കൽ. പകുതി വറുത്തിട്ടും പകുതി വറുക്കാണ്ട് ഇങ്ങനെയാണ് പായസം ഉണ്ടാക്കൽ. എന്നാൽ പായസത്തിന് നല്ല കൊഴുപ്പുണ്ടാവും. ചില ആൾക്കാരൊക്കെ പായസത്തിൽ പാൽപ്പൊടി അതുപോലെ മൈദ കലക്കി വയ്ക്കുകയൊക്കെ ചെയ്യലുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പകുതി വറുത്തതും പകുതി വറുക്കാത്തതും ഇട്ടാൽ ഈ വറുക്കാത്ത ചേമ നല്ലോണം പാല് വെന്തിട്ട് നല്ല കൊഴുപ്പുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഞാൻ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ പായസം ആവില്ല. അതുകൊണ്ട് പായസമൊക്കെ റെഡിയായി. പായസം റെഡിയായി അങ്ങനെ മനസ്സിലാവാന്ന് വിചാരിച്ച പായസത്തിൽ നല്ലോണം ബബിൾസ് വരും. വറ്റി ബബിൾസ് വരുമ്പോൾ പായസം റെഡിയായി. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തായാലും ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലാണ് ഈ പായസത്തിൻ്റെ നല്ലൊരു രുചി ഉണ്ടാവും. ഈ പായസത്തിന് എന്താ പറയുക, നല്ലൊരു രുചി കിട്ടും. സാധാരണ നിങ്ങൾ പാലിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കൂടുതൽ രുചി തേങ്ങാപ്പാൽ ലാസ്റ്റ് ചേർത്താലുണ്ടാകും. നല്ല കട്ടി പാലെടുത്തിട്ട് ഇറക്കാൻ വെക്കുമ്പോൾ പായസമൊക്കെ റെഡിയായിട്ട് ഇറക്കാൻ വെക്കുമ്പോൾ ഒഴിച്ചൊന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ഗീയിൽ വറുത്ത് പായസത്തിൽ ഒഴിച്ചാൽ പായസം റെഡിയായി. എല്ലാവരും ഇങ്ങനെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്ക്. ചെമ്മപ്പായസം എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഈ ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് പായസം ഉണ്ടാക്കി നോക്ക്. അങ്ങനെ പായസമൊക്കെ റെഡിയായിട്ടുണ്ട്. അടുത്തത് കേക്ക് കട്ട് ചെയ്യലാണ്. ഇന്നത്തെ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.